ഒരു കാട്ടിൽ ഇഷ്ടംപോലെ ജീവികൾ ഉണ്ടായിരുന്നു. ഇത്രയും ജീവികൾ ആ കാട്ടിൽ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഇവന്റെ പേര് സുശീല, ഇവന്റെ പേര് സുഷി, ഇവന്റെ പേര് കിഷി, ഇവന്റെ പേര് ദോഷി, ഇവന്റെ പേര് ലിലി, ഇവന്റെ പേര് കൂടി, ഇവന്റെ പേര് ലീലി, ഇവന്റെ പേര് മൂവി. പിന്നെ ഇവന്റെ പേര് ദീഗി, ഇവന്റെ പേര് ദൂലി, ഇവന്റെ പേര് സാസി, ഇവന്റെ പേര് ഹൊടി, ഇവന്റെ പേര് അലവി, ഇവന്റെ പേര് അനുമനി, ഇവന്റെ പേര് അലുലി, എന്റെ പേര് അലുലി. അയ്യോ, ഈ കൊച്ചരിക്ക് ചത്തുപോയി കേട്ടോ ഗൈസ്. ചത്തുപോയിട്ട് ഇവന്റെ പേര് അശുഷി, ഇതിന്റെ പേര് കുക്കി, ഇതിന്റെ പേര് ചൊക്ചി, ഇതിന്റെ പേര് വവി, പിന്നെ ഇതിന്റെ പേര് ഇലിലി, പിന്നെ ഇതിന്റെ പേര് ഇമിലി. ഇത്രയും പേര് വളരെ സന്തോഷമായിട്ട് ഒരു വലിയ കാട്ടിൽ താമസിച്ചിരുന്നു. ഒരു ദിവസം ഒരു ഭീകരനായ കടുവ ഈ കാട്ടിൽ കൂടി പോയിരുന്നു. ആ ഭീകര സിംഹത്തിന്റെ കൂടെ ഒരു ഭീകരനായ കടുവയും കൂടി ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടി കാട്ടിലേക്ക് നടന്നു വരുന്നു. അതുകൊണ്ട് എല്ലാ ജീവികളും ഭക്ഷിച്ചുകൊണ്ടിരുന്ന ആഹാരവും എല്ലാം നിന്നു. ആ സിംഹം ഓടി വന്നിട്ട് ആ ശശിനെ കടിച്ചു. അയ്യോ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ശശി വിളിക്കുന്നുണ്ടായിരുന്നു. അവനെല്ലാരും രക്ഷിക്കാന്ന് വിചാരിച്ചു. കുറച്ചു പേര് അവന്റെ പുറത്തു കൂടി ചാടി ആ സിംഹത്തിന്റെ കടിയിൽ നിന്ന് ഒഴിവായി. സിംഹം എല്ലാവരോടും പറയുന്നു, എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു, എനിക്ക് തിന്നണം എന്നെല്ലാരെയും പറഞ്ഞ് പേടിപ്പിക്കുന്നു. എല്ലാവരും നിശബ്ദരായി നിൽക്കുന്നു. അത് കണ്ടപ്പോൾ കോഴി തലകറങ്ങി വീഴുന്നു. അത് കണ്ട് സിംഹരാജാവ് ഛർദിക്കുന്നു. അപ്പോഴാണ് സിംഹത്തിന്റെ പടയാളിയായ കടുവ ഓടി വരുന്നു. എന്നിട്ട് സിംഹത്തിന്റെ ചെവിയിലോട്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ സിംഹം ഓക്കെ എന്ന് പറയുന്നു.